അവിടെ മഞ്ഞിൽ നമ്മൾ എഴുതിയേക്കുന്നുണ്ടോ? ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്. നമുക്കിനി ഇതാണിപ്പോൾ എൻ്റെ പൊളിയല്ലേ, മഞ്ഞ് പെയ്ത് പരിവായി. നമ്മൾ മുന്നോട്ട് പോവാം. നമുക്ക് മുന്നേ എന്നാ കേട്ടോ നോക്കാം. മിക്കവാറും അവിടെ പൊളിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇന്നലെ പോയ, കഴിഞ്ഞ ദിവസം പോയ ലേക്ക് അവിടെയാണ്. അപ്പോൾ ലേക്ക് എന്നെങ്കിലും ഇവിടെ അല്ല കുഞ്ഞ് കുളത്തിനന്മാർ ലേക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലേക്കുണ്ട്, നമുക്ക് പോയി നോക്കാം. വൈകിട്ടെന്താ കഴിച്ച് തക്കാളി ചോറൊക്കെ ഏമ്പൊക്കെ അടിച്ചു തെന്നി മറിഞ്ഞ് വീഴാതിരുന്നാൽ മതി, അത് മതിയായിരുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥന. കാര്യം എന്നാ വെച്ചാൽ തെന്നി പോയാൽ മൂഞ്ചി കുത്തിത്താഴെ കൂഞ്ഞി കുത്തിത്താഴെ അന്നുണ്ടെങ്കിൽ ക്യാമറ നോക്കി വർത്താനം പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് തറയിൽ എന്നാ കോപ്പാണെന്ന് കാണാൻ പറ്റുന്നില്ല. വെളുപ്പിന് 3:30 സമയം. അപ്പോൾ മഞ്ഞായിട്ട് ദേഹത്ത് മൊത്തം മഞ്ഞാണ്. മോന്തയിലും താടിയിലും എല്ലാം മഞ്ഞ് പെയ്ത് കുളമായി കിടക്കുകയാണ്. എന്നെ ഫോണിനകത്ത് കാണിക്കുന്നത് തണുപ്പ് കൂടുതലാണെന്ന്. എൻ്റെ പൊൻ്റെ പള്ളി, ഇത് കണ്ട മഞ്ഞ് വീണ് കിടക്കുന്നതാണ് മനുഷ്യൻ്റെ ദേഹത്ത്. തൊപ്പിയിലൊക്കെ മഞ്ഞാണ്. ഇനി ഈ മുകളിലത്തെ തൊപ്പിയിലട്ടെ, ഇല്ല പണി കിട്ടും. ഇപ്പോൾ നമ്മൾ വീണ്ടും സേഫ് ഡ്രസ്സിങ്ങിലേക്ക് മാറി. നമ്മൾ മെയിൻ ഐറ്റം കൂടെ ഇട്ട് വരാനോട്ട് പള്ളി കയറാം. ഇപ്പോൾ ഇതുണ്ട്, ഇതാവുമ്പോൾ മഞ്ഞ് വീണാലും നമ്മുടെ ഈ ജാക്കറ്റിൻ്റെ മുകളിൽ കിടക്കത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഉള്ളിലൊരു ഡ്രസ്സ് ഇടണം. നമ്മുടെ ഉള്ളിലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ സാധാരണ ഇടുന്ന പോലത്തെ എന്തെങ്കിലും ഉടുപ്പിടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു ചൂടിന് വേണ്ടി നമ്മൾ ഒരു പുള്ളോവർ, എന്നിട്ട് ചില സമയത്ത് ആ ക്ലാപ്പിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ കാലാവസ്ഥയിൽ നമ്മളൊരു 2 എണ്ണം എക്സ്ട്രാ ഇടണം. ഇത് കണ്ടോ, എൻ്റെ താടിയല്ലേ, എൻ്റെ മീശയിൽ ഐസ് കട്ടായി കിടക്കുന്നുണ്ട്. ഐസ് കട്ടയാണ് പക്ഷേ താടിയ ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ സ്പോർട്സ് ക്യാമ്പസാണ്. ഈ കാണുന്ന കോർണർ ബീച്ച് വോളിബോളിൻ്റെ കോർണർ. അങ്ങോട്ടെല്ലാം കുറേ അതിനകത്ത് നമുക്ക് ഇതൊക്കെ എൻ്റെ പേരെന്നാ ക്ലെറ്റൺ എന്ന് പറയും ഇവിടെ. അതായത് നമ്മൾ ബോൾഡറിങ്, നമ്മൾ ഈ ഭിത്തിയിൽ പിടിച്ച് കയറി പോകുന്ന മല കയറുന്ന പോലത്തെ പരിപാടി. അതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റിൽ ഫുൾ സേഫ്റ്റിയിൽ നമ്മുടെ ദേഹത്തൊക്കെ അതിനൊക്കെ ഇട്ട് എന്നാ പറയണ്ടേ, ഈ സേഫ്റ്റി ഹാർനസ് ഒക്കെ കെട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയുണ്ട്. പിന്നെ മഞ്ഞ് പെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റ് ലാമ്പയിലെല്ലാം സെൻസറാണ്. എനിക്ക് തോന്നുന്നത് ഇൻഫ്രാറെഡ് സെൻസർ അങ്ങാണ്ടാണ്. ആരെങ്കിലും വരുന്നതിൻ്റെ ഇത്ര നമ്മളൊരു നടന്ന് ഇതിൻ്റെ അടുത്തെത്തുമ്പോഴേ ഇത് ഓണാത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഓണായി, കണ്ടോ, കെടുത്തു ഓണായി. പൊളി ഇവിടെയുള്ള വീടൊക്കെ കണ്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ്. എൻ്റെ പള്ളി ആണ്ട് അന്ന് നമ്മൾ കാണിച്ച ഇതാണ് എൻ്റെ പേരനെ മഞ്ഞുകൊണ്ട് ഉരുട്ടി ഒരു കല്ല് പോലെ ആക്കിയതാണ്. ഇത്രയും ദിവസമായിട്ടും ടെമ്പറേച്ചർ ഇതുപോലെ കിടക്കുന്നതുകൊണ്ട് ആ കല്ല പോലെ ഇരിപ്പുണ്ട് അവിടെ. നമ്മുടെ വഴി വേണ്ട മഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, മഞ്ഞിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം അങ്ങനൊക്കെ പറഞ്ഞില്ലേ. ഇതൊക്കെ ഇതാണ് അങ്ങനത്തെ പരിപാടി. മൊത്തത്തിൽ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ചന്ദ്രികാ വസന്തമാണ്.
ആഹാ, ഇത് പറഞ്ഞു വരുമ്പം സത്യമാണല്ലോ. ചന്ദ്രിക എന്ന് വെച്ചാൽ ചന്ദ്രൻ. ചന്ദ്രൻ നല്ല വെളുത്താണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ലേക്കിൻ്റെ ആദ്യത്തെ ലേക്ക് ഇവിടെയാണ്. അതിൻ്റെ അവിടെ എത്താറായി. അവിടെ വെള്ളമൊന്നും കട്ടിയായി കാണത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. തണുപ്പ് ഒരു മൈനസ് ആണ്, ഒരു -6, -7 ഒക്കെ ആണെന്ന് പറഞ്ഞാലും മഴയായിരുന്നു ഇന്നലെ. അപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലത്തെ സാധനം ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഉരുകി കാണാം. മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. എന്നാലും കാണും. ചിലപ്പോൾ സെൻറ്ററിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഐസ് കിടപ്പുണ്ടായിരിക്കുന്നു. അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? എന്നാ ചെയ്യാൻ? നമുക്ക് നമ്മളെ നൈറ്റ് വിഷൻ ഇത് മൊത്തത്തിൽ വെള്ളമായി വെള്ളം തന്നെയാണ് കേട്ടോ. ഇത് മൊത്തം വെള്ളമായി കിടക്കുകയാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി പോയി കണ്ടാൽ, നമുക്ക് ഈ നടപ്പ് കാണുന്ന നമുക്ക് ചുമ്മാ യൂണിവേഴ്സിറ്റി വരെ പോയാലോ? യൂണിവേഴ്സിറ്റി പോയാൽ പൊളിയായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ ആ കാസിലൊക്കെ മൊത്തത്തിൽ മഞ്ഞ് കുളിച്ച് നിൽക്കുന്നത് കാണാം. എന്താ പള്ളി ഒന്നും പറയണ്ട. പൊളി തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞാണേ. നമുക്ക് എന്തുവാണെങ്കിലും ഞങ്ങൾ നടന്ന് ഭയങ്കര മഞ്ഞായതുകൊണ്ട് ഓർത്തു നമുക്ക് നമ്മുടെ വെട്ടമില്ല കണ്ട എന്നെ മോൻ കാണുന്നുണ്ട്. അപ്പോൾ നല്ല മഞ്ഞായതുകൊണ്ട് നടന്ന് യൂണിവേഴ്സിറ്റി വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങൊക്കെ എങ്ങനെയാണ് മഞ്ഞ് കുളിച്ച് കിടക്കുകയാണോ നമുക്ക് നോക്കാം. പൊളിയായിരിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാസിലൊക്കെ വെച്ചാൽ വലിയ ക്യാസിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ വെട്ടമൊക്കെ ഉണ്ടെന്നാണ് പ്രതീക്ഷ. അപ്പം അത് മഞ്ഞത്ത് ഈ ക്യാസിൽ മൊത്തം മഞ്ഞ് കുളിച്ച് കിടക്കുന്നത് കാണുമ്പോൾ പൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് കാണാം. എൻ്റെ കോലം കണ്ടോ ഗൈസ്? എൻ്റെ താടി, നിങ്ങളെ താടി ഞാൻ കാണിച്ചിട്ട് എൻ്റെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്? ഇതുണ്ടോ? ഐസ് കട്ടയാണ് മൊത്തത്തിൽ. താടിയ മൊത്തം ഐസ് കട്ട. അടിയാലും പുള്ളോവറയിലും എല്ലാ ഐസ് പള്ളിയും. നാളെ പനി പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇപ്പോൾ 3 മണിയുടെ വെട്ടം കണ്ട അവിടെ ആകാശം. നമ്മുടെ യൂണിവേഴ്സിറ്റി അവിടെയാണ്. നമുക്ക് അങ്ങോട്ട് പോകണം. പള്ളി നല്ല പേട മഞ്ഞ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിനേക്കാളും കൂടുതൽ മഞ്ഞാണ്. ഞങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയോളം മഞ്ഞ് പെയ്ത് കിടന്നിട്ട് ഇത് പറഞ്ഞേ മൂടിയതായിരുന്നു. ഇന്ന് മിക്കവാറും നാളെ നേരം എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ അത്ര മഞ്ഞ് കാണുമായിരിക്കും അല്ലേ? അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിലാണ്. അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ഹെറൺ ഹൗസും ഗാർഡനിലോട്ട് പോകുന്ന വഴിയാണ്. നമുക്ക് ഇതൊക്കെ ശരിക്കും ഞാനിപ്പോൾ പുല്ല കിടക്ക കിടക്കുന്നത്. ഇത് പുല്ല് ഏതാ റോഡ് ഏതാന്നൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ള വഴി കിടക്കാൻ നടക്കുന്നത്. ഇതുണ്ടോ? ഈ വഴി കണ്ടോ? ഇവിടെ ഇതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഇവിടെ. നമ്മളിപ്പോൾ അങ്ങോട്ടൊരു കാണുന്ന ഒറ്റത്ത് കാണുന്ന പോലെ തന്നെ ഞാനിപ്പം ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും കിടക്കുവാണ്. അതുപോലെ തന്നെ ഒത്തിരി ദൂരത്തേക്കാണ്. നമുക്കിവിടെ വരുന്ന എല്ലാവരും തന്നെ ചുമ്മാതെ ഈ ജോഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ജാടയ്ക്ക് വരുന്നവരുണ്ട്. അല്ലാതെ ഒറിജിനൽ ജോഗിങ്ങുകാരും ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഞാൻ നാളെ മുതൽ ഹാനോവറിൽ വന്ന സ്ഥിതിക്ക് ജോഗ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം 1 ദിവസം 2 ദിവസമൊക്കെ ഒന്ന് ഓടും. അതോടെ ഒരുപാട് നിർത്തുന്ന സ്ഥലമാണിത്. പക്ഷേ പൊളിയാണ്. കേട്ടോ, അല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റി അടുത്തെത്തി കേട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ്ങാണ് ഇത്. ഇവിടെ വെൽഫെയർ ക്യാസ്റ്റാണ് എൻ്റെ പേര്. ഞാനിതിനു മുന്നേ നമ്മൾ ഈ ക്യാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വേറൊരു വീഡിയോ ഉണ്ട്. അതായത് നമ്മുടെ ജർമ്മൻ പബ്ലിക് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയെ പറ്റി ചുമ്മാ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാനും ഒരു ഫ്രണ്ടും കൂടെ ഒരു ദിവസം ചുമ്മാ ഈ കൊറോണ കഴിഞ്ഞ് ഒരു 9 മാസത്തോളം പെരക്കാത്തിരുന്നിട്ട് ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിനകത്ത് പോയായിരുന്നു. തുറന്നപ്പോൾ ഇടയ്ക്ക് ഒരു റിലാക്സ് ഇതുമാരെ നിന്ന് ഇത് പ്രൊഹിബിഷനൊക്കെ ഒന്ന് മാറ്റിയ സമയത്ത്, അതായത് പ്രൊഹിബിഷൻ അല്ല എൻ്റെ പേരെന്നാ, ഈ റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് മാറ്റിയ സമയത്ത് അത് അന്ന് നല്ല സൂര്യപ്രകാശത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ആരം പിടിക്കാൻ വേണ്ടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തൊന്നും ഫീൽ ചെയ്യുന്നില്ല. മുഖം മരച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഇവിടുത്തെ ഒരു ട്രാം സ്റ്റേഷനാണ്. അതായത് മെട്രോ പോലത്തെ നമ്മുടെ ഇതൊരു വണ്ടി പോകുന്നുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് തന്നെ ഇറങ്ങാം. ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനെ
അതിൻ്റെ അപ്പുറം ഒരു സ്റ്റേഷനുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഒന്ന്, പിന്നെ എൻ്റെ ക്യാമ്പസ് അവിടെയാണ്, അവിടെ ഒരെണ്ണമുണ്ട്. അത് കഴിഞ്ഞ് 2 ഈ മെട്രോ സ്റ്റേഷനുകൾ വരുന്ന അത്രയും ഭാഗത്തേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി കിടപ്പുണ്ട്. നമ്മളെവിടെ എത്തിയേക്കുന്നത്? നമ്മൾ നടന്ന അവസാനം എവിടെ എത്തിയത് കാണണം. നമ്മുടെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങാണ്. ഇത് ഇവൻ മഞ്ഞ് മഴ പെയ്യുമ്പം ഇവൻ എങ്ങനെ ആയിരിക്കുമെന്ന് കാണാൻ വേണ്ടിയാണ് വന്നത്. എന്തുവാണല്ലോ വന്നപ്പോൾ തന്നെ ഇവിടെ മൊത്തത്തിൽ മഞ്ഞാണ്. നമ്മുടെ ഇതുണ്ട്, നമ്മുടെ ട്രാം സ്റ്റേഷനാണ്. അതൊക്കെ തന്നെ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഒന്ന് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ് എങ്ങനെയാണ് മഞ്ഞ് കുളിച്ച് നമുക്ക് കാണാം. മഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ് നമ്മുടെ കോളേജ് ക്യാമ്പസ്. മഞ്ഞിവിടെ വണ്ടി പോകുന്നതാണ്. ഇവിടെ സാധാരണ ഉള്ളത് ട്രാഫിക് ലൈറ്റൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇവന്മാരിപ്പം കോഫി ഇട്ടേക്കും. അത് ചേട്ടൻ കണ്ട മഞ്ഞത്തൂട പൊളി മഞ്ഞത്തൂട് നൈസായിട്ട് സൈക്കിളിൽ നമ്മുടെ കാൽപ്പാട് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മൊത്തം പൂട്ടി കിടക്കുകയാണ്. സാധാരണ ഈ നോർമൽ ഇപ്പോൾ ഈ കൊറോണ നിങ്ങൾ കണ്ട കാറ്റടിക്കുന്ന കണ്ട മഞ്ഞ് കാറ്റടിക്കുന്ന ചില കാറ്റ് പോയി. നല്ലൊരു മൂട് കാറ്റ് വരാം. ഞങ്ങളുടെ ക്ലാസ്സിൽ പാവൽ ലൈവ് വെച്ചിട്ട് കാവലിരിക്കുന്ന 2 സിംഹങ്ങളാണ്. ഒന്നിവനും ഒന്നവനും 2 പേരുണ്ടല്ലോ മഞ്ഞത്ത് നിൽക്കുകയാണ്. എന്നാലും നിങ്ങൾ നിപ്പ് കണ്ടോ, പൊളിയല്ലേ? അങ്ങോട്ട് കയറാൻ പാടില്ലെന്നാണെന്ന് തോന്നുന്നു എഴുതിയിട്ടേക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ ക്യാസിലിൻ്റെ അവിടെ മഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പം ഈ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ എന്നാ പറയണ്ടേ, ഇത്രയും മഞ്ഞ് പെയ്യുകയാണെങ്കിലും യൂണിവേഴ്സിറ്റിക്കകത്ത് വന്നിരുന്ന് ഇരിക്കായിരുന്നു പഠിക്കാൻ. പക്ഷേ ഇപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടെ അത് നടക്കൂല. എന്താണ് നമുക്കിവിടെ വരെ വരാൻ പറ്റിയത് തന്നെ പൊളിയായി. ഞങ്ങളുടെ ഇവിടെ മഞ്ഞ് കിടക്കുന്നതാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ വാതൊക്കെ മഞ്ഞ് കാലുകൊണ്ടൊന്നും നീക്കിയിട്ടൊന്നും മഞ്ഞ് മാറുന്നില്ല, കിടക്കുന്നു. നമുക്കിവിടെ രൂപം ഉണ്ടാക്കില്ല. ഞാൻ ഇങ്ങനെ നിന്ന് ഇവിടെ നിന്നുണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഇഗ്ലൂവിൻ്റെ തറയൊക്കെ നമ്മൾ പൊളിക്കുകയാണ്. ഇത് നമ്മുടെ ഇഗ്ലൂവിൻ്റെ കോട്ടയാടാണ്.
കാലിൻ്റെ മുട്ടൊക്കെ മഞ്ഞിൽ മുട്ടുകുത്തിന്ന് മറ്റേ ഐസ് കട്ട പോലെ. ഒരു വാങ്ങ പണിയാണെങ്കിൽ ഇതാണ് മോഹൻജദാരോ ഹാരപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ഇഗ്ലൂ ആണ്. ഇവിടെ നിന്നൊരു എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസ് വഴി അകത്തോട്ട് കയറി ഇതാണ് നമ്മുടെ മെയിൻ ഹാള് പരിപാടി. നമ്മുടെ ബാക്കി അതിൻ്റെ പുറകോട്ട് ബിൽഡിങ് പണിയണമെന്ന് വിചാരിക്കുന്നത്. കാറ്റടിച്ചിട്ട് മഞ്ഞ് നിറച്ച് പോകുന്നു. നമുക്കിവിടെ നോക്കാൻ മഞ്ഞാണോ നോക്കാവേ. മഞ്ഞാണ് മഞ്ഞ്. പൊളി വെതർ. തിരിച്ച് വീട്ടിലോട്ട് പോകാം നമുക്ക്. അടുത്ത മുയൽ കുഞ്ഞ്. മുയലുകളിരിക്കുന്നത് സുഹൃത്തുക്കളാണ്. നിങ്ങൾ മുയലുകളെ കാണണം. അതാണ്ട് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞ്. അത് മുയലുകളിരിപ്പുണ്ട്. തണുപ്പൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ മുയലിരിക്കുന്നത്. അടുത്ത മുയലാണ്ട് അവിടെ. ഒരു സാധനം ഓടുന്നുണ്ടോ വഴി?